Hi, my dear students. So, എല്ലാവർക്കും നമ്മുടെ ഈ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് നമ്മുടെ ഈ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷനാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോകുന്നില്ല. നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് SLC എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മളൊരു ഏകദേശം ഒന്ന് പെട്ടെന്ന് ക്വിക്ക് ആയിട്ടൊന്ന് നമ്മളൊന്ന് റിവേഴ്സ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേരെന്താണ്? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ബേസിക് ഐഡിയ ഞാൻ ആദ്യം പറയാം. ഫസ്റ്റ് ഞാൻ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, സപ്പോസ് നിങ്ങളിവിടെ ഒരു മിനിറ്റ്, ഞാനിവിടെ ഒരു കറണ്ട് ക്യാരി ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. ഇതൊരു കണ്ടക്ടറാണ്. ഓക്കെ, ജസ്റ്റ് ഇതെന്താണ്? ഒരു കണ്ടക്ടർ, സിംപ്ലി ഒരു കണ്ടക്ടർ. ഓക്കെ, എന്താ ഈ കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ കണ്ടക്ടറിന്റെ മീനിങ്? കണ്ടക്ടർ എന്ന് വെച്ചാൽ സംതിങ് വിച്ച് അലൗസ് കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ് അല്ലെ. കറണ്ട് കടത്തിവിടാൻ വേണ്ടി കഴിവുള്ളവരെ നമ്മൾ എന്ത് പറയും? കണ്ടക്ടർ എന്ന് പറയും. അപ്പൊ നമ്മളൊരു കണ്ടക്ടർ എടുക്കുന്നു. ഓക്കെ, ഈ കണ്ടക്ടറിൽ കൂടി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാണ്. ഇലക്ട്രിക് കറണ്ട് നമുക്ക് പല രീതിയിൽ പാസ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെല്ല് ഉപയോഗിച്ച്, ഒരു ബാറ്ററി ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, സെല്ല് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം അല്ലെ. ഞാൻ ഈ കണ്ടക്ടറിനെ ബാറ്ററി സെല്ല് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുവഴി എനിക്ക് കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഈ കണ്ടക്ടറിൽ കൂടി അപ്പൊ ഈ കണ്ടക്ടറിൽ കൂടി ഒരു കറണ്ട് എന്ത് ചെയ്യാൻ ഇതുവഴി പാസ് ചെയ്യാം. ഈ കാണുന്ന ആരോ ഇല്ലേ, ഈ കാണുന്ന ഗ്രീൻ ആരോ ആണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, അപ്പൊ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാല് ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഈ കണ്ടക്ടറിന് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും എല്ലാ ഭാഗത്തും കേട്ടോ. ഈ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഈ കണ്ടക്ടറിന് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഫിനോമിനെ പറ്റിയാണ്, വേറെ ഒന്നുമില്ല. അതായത് ഒരു കണ്ടക്ടറിൽ കൂടി നമ്മൾ കറണ്ട് കടത്തി വിടുകയാണ്. നമ്മൾ ഇതിന്റെ പേര് പറയും, ഇതാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. എന്ത് പറയും? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പൊ നോക്കൂ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എല്ലായ്പ്പോഴും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ക്രിയേറ്റ് ചെയ്യും? അതിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യും? ഒരു സർക്കുലർ ഷേപ്പിൽ ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറയും? മാഗ്നറ്റിക് ഇഫക്ട്. ഇതാണ് നമ്മൾ പറയും മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്ത് പറയും? മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് ഇലക്ട്രിക് കറണ്ട് കാരണം കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതാണ് ബേസിക്, നമ്മൾ ഇതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ക്വിക്ക് റിവിഷൻ നടത്താൻ പോവാണ്. ഇതിന്റെ ക്വിക്ക് റിവിഷൻ ആണ് കേട്ടോ, ക്വിക്ക് റിവിഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെയ്ഡിസിയുടെ തന്നെ നോട്ട്സ് ആണ്. നമ്മുടെ മെയ്ഡിസിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് നോട്ട്സ് ഉണ്ട്, അത് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോവാം. ഓക്കെ, എല്ലാവർക്കും വിസിബിൾ ആവണമെന്ന് വിചാരിക്കുന്നു. ശരി, ഇവിടെ നമ്മള് ഫസ്റ്റ് ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത്, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ബാർ മാഗ്നറ്റ് എന്താ? ബാർ മാഗ്നറ്റ് പ്രത്യേകത, ബാർ മാഗ്നറ്റ് ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ കാണുന്ന മാഗ്നറ്റ് അല്ലെ, ഒരു റെക്ടാംഗിൾ ഷേപ്പ് ഇരിക്കുന്ന നമ്മുടെ സാധാരണ ഒരു മാഗ്നറ്റ്, അതിന് നോർത്ത് പോളും കാണും, സൗത്ത് പോളും കാണും അല്ലെ.
അപ്പൊ ഈ കാണുന്ന മാഗ്നറ്റ് നമുക്കറിയാം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്ത് ട്രാവൽ ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻസ് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പൊ ലൈൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പാസ് ചെയ്യും, ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. അല്ലെ ഇങ്ങനെ കുറെ മാഗ്നറ്റിക് ഫീൽഡ് കാണും, ജസ്റ്റ് റഫ് വരച്ചതുള്ളൂ. ഇതാണ് മാർ മാഗ്നറ്റ്. ഇനി ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിനെ പറ്റി പറയാം. നമ്മളിപ്പോ ജസ്റ്റ് എടുക്കുക ഒരു സോളിനോയിഡ്. ഓക്കെ, അപ്പൊ ഒരു സോളിനോഡ് എടുത്തു കഴിഞ്ഞാല് എന്താണ് സോളിനോഡിന്റെ പ്രത്യേകത? ഈ സോളിനോഡ് നമ്മൾ എടുത്തിട്ട് ഈ കാണുന്ന സോളിനോഡിന് കൂടി ഞാൻ കറണ്ട് പാസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ കാണുന്ന സോളിനോഡ് ഞാൻ എന്ത് ചെയ്യാൻ, ഒരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, ഈ സോളിനോഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യാൻ. അങ്ങനെ ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചാണ്, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ സോളിനോഡിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സോളിനോഡ് എന്തുപോലെ ആക്ട് ചെയ്യും, ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും, ഈ സോളിനോഡ് ആക്ട് ചെയ്യും. അതായത് ഈ സോളിനോഡിന്റെ ഈ വരച്ചിരിക്കുന്ന സോളിനോഡ് ഉണ്ട്, ഇതാണ് സോളിനോഡ്. ഈ സോളിനോഡിന്റെ അകത്ത് കൂടെ നമുക്ക് ഈ സോളിനോഡിൽ കൂടെ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഈ സോളിനോഡ് ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തിട്ട് നമുക്കറിയാം മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുമ്പോഴേക്കും അവിടെ എപ്പോഴും എന്ത് ക്രിയേറ്റ് ചെയ്യും, അവിടെ ഒരു പൊളാരിറ്റി ഉണ്ടാവും. അല്ലെ, മാഗ്നറ്റ് ആകുമ്പോഴേക്കും എപ്പോഴും എന്ത് കാണും, ഒരു പൊളാരിറ്റി കാണും. അപ്പൊ ഞാനിപ്പോ ഈ കാണുന്ന സോളിനോഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻ ഞാൻ ജസ്റ്റ് വരയ്ക്കാം, റഫായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇതുപോലെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻ വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, ഇതുപോലെ ആറ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കാണുന്ന ഭാഗം ഏതായിരിക്കും, നോർത്ത് പോൾ, ഈ ഭാഗം സൗത്ത് പോൾ. എന്തുകൊണ്ട് സൗത്ത് പോളായി? കാരണം എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻ എപ്പോഴും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിലേക്ക് എന്ത് ചെയ്യും, അവസാനിക്കുകയാണ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻ നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്യണ്ടേ, അപ്പൊ ഇതാണ് അതിന്റെ ഡയറക്ഷൻ. ഇത് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് ഈ സ്റ്റാർട്ടിംഗ് പോളും നോർത്ത് പോളും എൻഡിങ് പോളും എന്തായും സൗത്ത് പോളും ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാർ മാഗ്നറ്റും നമ്മൾ സോളിനോട് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കൂ, ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ബാർ മാഗ്നറ്റ് എന്താണ്, ബാർ മാഗ്നറ്റിനകത്ത് മാഗ്നറ്റിക് ഇഫക്ട്സ് ആർ പെർമനന്റ്. അല്ലെ, ഞാനൊരു കാന്തം എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ കാന്തം എന്ത് ചെയ്യും, അതിന്റെ കുറെ വർഷങ്ങളോളം എന്ത് ചെയ്യും, ആ കാന്തം അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇഫക്ട് എന്ത് ചെയ്യും, അതുപോലെ എന്ത് ചെയ്യും, പെർമനന്റ് ആയിട്ട് അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ ഓരോ ടൈം മാറുന്നതോറും അതിന് സ്ട്രെങ്ത് കുറയും, പക്ഷെ അതിന് എന്ത് ചെയ്യും, അതിന് പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിന് അങ്ങനെയല്ല. എന്താ ഇലക്ട്രോ മാഗ്നറ്റ് പ്രത്യേകത? മാഗ്നറ്റിക് ഇഫക്ട്സ് ആർ ടെമ്പററി. എന്താ ടെമ്പററി മീൻസ് താൽക്കാലികമാണ്. അതായത് നമ്മളെ ഈ കാണുന്ന ഇലക്ട്രോ മാഗ്നറ്റ് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഇഫക്ട് ഈ കാണുന്ന സോളിനോഡിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സോളിനോഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യണം. അല്ലെ, അപ്പൊ ഈ സോളിനോഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോഴേ ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സോളിനോഡ് ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ സോളിനോഡ് ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ആവശ്യമാണ്, അവിടെ ഇലക്ട്രിക് കറണ്ട് അവിടെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രിക് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ സോളിനോഡ് ഒരു മാഗ്നറ്റിക് ഇഫക്ട് എന്ത് ചെയ്യുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ക്ലിയർ ആവുണ്ടോ? അപ്പൊ നോക്കി, ഞാൻ ഈ സോളിനോഡ് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സർക്യൂട്ടുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ സോളിനോഡ് ഞാൻ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ സ്വിച്ച് കൊടുക്കാം കേട്ടോ, സ്വിച്ച് കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ സോളിനോഡ് സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് നോക്കി, ഈ സ്വിച്ച് ഞാൻ ഓൺ ചെയ്യുമ്പോൾ കറണ്ട് പാസ് ചെയ്യും. അല്ലെ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് പാസ് ചെയ്യുകയും ഈ സോളിനോഡ് എന്ത് സംഭവിക്കും, സോളിനോഡ് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സോളിനോഡ് എന്തുപോലെ ആക്ട് ചെയ്യും, ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും, സോളിനോഡ് ആക്ട് ചെയ്യും. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും കറണ്ട് പാസ് ചെയ്യത്തില്ല. അല്ലെ, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറണ്ട് പാസ് ചെയ്യത്തില്ല. അങ്ങനെ കറണ്ട് പാസ് ചെയ്യാതിരുന്നതിനാലും സംഭവിക്കും, ഈ കാണുന്ന സോളിനോഡിൽ കൂടി കറണ്ട് പാസ് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തില്ല, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യില്ല, ക്രിയേറ്റ് ചെയ്യില്ല. അതാണ് ടെമ്പററി. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാഗ്നറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാം, അത് മാഗ്നറ്റ് പോലെ ആക്റ്റീവ് ഇല്ല. ഓക്കെ, ഇതാണ് മെയിൻ പ്രധാന വ്യത്യാസം. ബാർ മാഗ്നറ്റ് എന്താണ്, ബാർ മാഗ്നറ്റ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും പെർമനന്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും, ടെമ്പററി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ രണ്ട് മൂന്ന് പോയിന്റ്സ്, നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എന്താണ്, ദി മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദി ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ദി കോയിൽസ് ഇൻ ഇറ്റ്. അല്ലെ,
അപ്പൊ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കൂടി എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോ മാഗ്നറ്റില് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്, അതിൽ കൂടി എന്ത് പാസ് ചെയ്യണം, ഫ്ലോ ഓഫ് കറണ്ട് അല്ലെ, അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യണം. ഒരു ഇലക്ട്രോ മാഗ്നറ്റിൽ കൂടി കറണ്ട് പാസ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുക, ഇലക്ട്രോ മാഗ്നറ്റ് എന്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അടുത്ത നോക്കൂ, ദി പ്രസൻസ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് പൊളാരിറ്റി ക്യാൻ ബി ഫൈൻഡ് യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ, മാഗ്നറ്റിക് കോമ്പസിന്റെ പ്രത്യേകത വെച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു ഈ മാഗ്നറ്റിക് കോമ്പസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ട് വെക്കാം. ഓക്കെ, ഒരു കാന്തത്തിന്റെ അടുത്ത് കൊണ്ട് ഞാൻ ഈ മാഗ്നറ്റിക് കോമ്പസ് വെക്കുമ്പോൾ സംഭവിക്കും, ആ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ കോമ്പസിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പം ഈ കോമ്പസ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ കാണുന്ന നമ്മൾ ഈ കോമ്പസ് വെച്ചിരിക്കുന്നതിന്റെ അടുത്ത് എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് മനസ്സിലാക്കുവാനും അതിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ, പൊളാരിറ്റി മീൻ നോർത്ത് പോളോ സൗത്ത് പോളോ അല്ലെ, അതിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാനും, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാനും വേണ്ടി നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യും. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്, മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ, ഇനി നമുക്ക് ഈ മാഗ്നറ്റിക് കോമ്പസ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്ത് പറയും, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന്റെ ഉപയോഗം എന്താണ്, നമ്മൾ ഈ കാണുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ കേട്ടോ, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏത് റൂൾ യൂസ് ചെയ്യാം, നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണ് ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് നോക്കാം. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ മനസ്സിലാക്കാൻ വേണ്ടി അത് ഭയങ്കര, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ച റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് വെച്ചാൽ ഈ കാണുന്ന ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോക്ക്, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് എടുക്കുക. ഈ റൈറ്റ് ഹാൻഡിൽ തമ്പില്ല, ഈ തമ്പ് എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഡയറക്ഷൻ ഓഫ് കറണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന കണ്ടക്ടറിൽ ഏത് ഡയറക്ഷനിൽ കൂടി കറണ്ട് കടന്നു പോകുന്നോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ തമ്പ് ഇങ്ങനെ പോയിന്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള 4 ഫിംഗറും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മടക്കി വെക്കുക. അപ്പൊ 4 ഫിംഗറും ഏത് ഡയറക്ഷനിലേക്ക് മടങ്ങുന്നുവോ അതായിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കെ നമ്മൾ ഈ കാണുന്ന ഫിഗറിൽ, ഈ ഫിഗർ 2.5 അല്ലെ, ഈ ഫിഗറിന്റെ അകത്ത് നോക്കെ ഇതാണ് പോസിറ്റീവ്, ഏറ്റവും വലുത് അല്ലെ. അപ്പൊ ഇത് നമുക്ക് പൊളാരിറ്റി മാർക്ക് ചെയ്താൽ ഇത് പോസിറ്റീവ് പൊളാരിറ്റി, ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റി അല്ലെ. അപ്പൊ കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എപ്പോഴും എങ്ങനെ പാസ് ചെയ്യും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആര് പാസ് ചെയ്യും, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. അപ്പൊ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഞാൻ മാർക്ക് ചെയ്തതിനാൽ ഈ കാണുന്നതാണ് നമ്മുടെ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഇങ്ങോട്ടല്ലേ, ഇവിടെ നിന്ന് പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കി ഈ കാണുന്ന കണ്ടക്ടറിൽ ഈ പോർഷൻ അല്ലെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഡയറക്ഷൻ ഓഫ് കറണ്ട് മുകളിലോട്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എന്റെ റൈറ്റ് ഹാൻഡിന്റെ തമ്പ് ഈ കാണുന്ന തമ്പ് ഞാൻ എങ്ങോട്ട് പോയിന്റ് ചെയ്യണം, ഈ മുകളിലേക്ക് പോയിന്റ് ചെയ്യാം. അപ്പൊ തമ്പ് മുകളിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ഞാൻ ഈ കാണുന്ന 4 ഫിംഗർ ഞാൻ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ തമ്പ് മുകളിലേക്ക് പോയിന്റ് ചെയ്യുമ്പോഴേക്കും 4 ഫിംഗർ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും, 4 ഫിംഗറും ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും അല്ലേ, ശരിയല്ലേ. 4 ഫിംഗർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കാണുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും, ഈ ഡയറക്ഷൻ ആയിരിക്കും, ഇങ്ങനെ. ഓക്കെ, നമ്മൾ 4 ഫിംഗറും എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തോ അതേ ഡയറക്ഷനിൽ ആയിരിക്കും ആര് പാസ് ചെയ്യുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ഈ ആരോസ് കണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ഈ ആരോസ് ഇല്ലേ, ഈ കാണുന്ന ആരോസ് എന്താണ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കാരണം ഈ 4 ഫിംഗറും ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കാണുന്ന ഡയറക്ഷനാണ് നമ്മുടെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? അപ്പം എക്സാമിന് മറക്കരുത്, ഈ റൂള് മറക്കരുത്. റൂള് എക്സാമിന് ചോദിക്കുന്ന വെച്ചാല് ഇങ്ങനെ ഈസിയായി ചോദിക്കാം, നമ്മുടെ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാറിപ്പോയത്, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ജസ്റ്റ് ഒരു കറണ്ട് കടത്തിയുന്ന ഒരു കണ്ടക്ടർ. ഓക്കെ, അങ്ങനെ കറണ്ട് കടത്തിവിടുന്ന ഒരു കണ്ടക്ടറിൽ കൂടി ഒരു കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും, റൈറ്റ് ഹാൻഡ്
തമ്പ് റൂൾ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കാര്യം മറക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ഇമാജിൻ യു ആർ ഹോൾഡിംഗ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിത്ത് ദി റൈറ്റ് ഹാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് thumb points in the direction of current. Important point, thumb points in the direction of current. Thumb എന്തിനെ പോയിന്റ് ചെയ്യും? ഡയറക്ഷൻ ഓഫ് കറന്റ് പോയിന്റ് ചെയ്യും. അതുപോലെ ഡയറക്ഷൻ ഇൻ വിച്ച് അതർ ഫിംഗേഴ്സ് എൻസർക്കിൾ ദി കണ്ടക്ടർ ഗിവ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ബാക്കിയുള്ള 4 ഫിംഗർ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് കറക്കുന്നത്, ആ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്? അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇലക്ട്രോ മാഗ്നറ്റിനകത്ത് മാഗ്നറ്റിക് ഇഫക്റ്റ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ടെമ്പററി ആയിരിക്കും, അല്ലെ? താൽക്കാലികമായിട്ടുള്ള മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് പാസ് ചെയ്തുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ കറണ്ട് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിന്റെ അകത്ത് നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും കുറഞ്ഞ നമുക്ക് വേണ്ടത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഒരു സോളിനോഡ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു സോളിനോഡ് നമ്മളിങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന സോളിനോഡിനെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാം. എ സി വോൾട്ടേജ് കൊടുക്കാം. ഓക്കെ, വോൾട്ടേജ് സോഴ്സുമായി നമ്മൾ സോളിനോഡ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സോഫ്റ്റ് അയൺ കോർ വെക്കുക. ഒരു സോഫ്റ്റ് അയൺ കോർ നമ്മൾ എന്ത് ചെയ്യുക? വെക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറി? ഇവിടെ നമുക്ക് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ്, ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? ഫസ്റ്റ് നമുക്ക് വേണ്ടത് സോളിനോയിഡ്, പിന്നെ നമുക്ക് എന്ത് വേണം? ഒരു സോഫ്റ്റ് അയൺ കോർ വേണം, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു AC വോൾട്ടേജ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക്, നമുക്ക് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് പഠിക്കാൻ? അപ്പൊ നോക്കൂ, എന്താ നമുക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങളില് ഫസ്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഫസ്റ്റ് പോയിന്റ്? when current passes through a solenoid, magnetic field creating around it. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അല്ലേ? നമ്മൾ സോളിനോയിഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോഴേക്കും അതിന് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എല്ലായ്പ്പോഴും ക്രിയേറ്റ് ചെയ്യും. ശരിയല്ലേ? ദിസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഇൻഡ്യൂസ് എ കറന്റ് ഇൻ ദി സോഫ്റ്റ് അയൺ കോർ ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദി സോഫ്റ്റ് അയൺ കോർ. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഞാൻ കൊടുത്ത വോൾട്ടേജ് AC വോൾട്ടേജ് അല്ലേ? എന്താണ് AC വോൾട്ടേജ്? നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. AC വോൾട്ടേജ് എന്ന് വെച്ചാൽ നമ്മളൊരു AC വോൾട്ടേജ് പാസ് ചെയ്താൽ സംഭവിക്കും, ഈ AC വോൾട്ടേജ് കാരണം നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? പൊളാരിറ്റി കണ്ടിന്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, AC ഇതാണ് AC. എന്താ AC കറണ്ട് എന്ന് വെച്ചാൽ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയി മാറുന്ന കാണാൻ AC കറണ്ട് എന്ന് പറയും, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ സംഭവിക്കും, നമുക്ക് നമ്മൾ ആദ്യം ഫസ്റ്റ് സൈക്കിളിൽ ഇത് പോസിറ്റീവ്, ഫസ്റ്റ് സൈക്കിളിൽ ഈ പൊളാരിറ്റി പോസിറ്റീവും ഇത് നെഗറ്റീവ് ആണെങ്കിൽ, സപ്പോസ് ഇവിടെ എനിക്ക് നോർത്ത് പോൾ ആണെങ്കിൽ ഇവിടെ എന്ത് എനിക്ക് ഏത് പോലെ കിട്ടും? സൗത്ത് പോലെ കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് സൈക്കിൾ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ കാണുന്ന പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഈ കാണുന്ന പോസിറ്റീവ് പൊളാരിറ്റി നെഗറ്റീവ് ആവുകയും നെഗറ്റീവ് പൊളാരിറ്റി എന്തായാലും മാറും? പോസിറ്റീവ് ആകാൻ പറ്റും, അല്ലെ? അപ്പൊ ഈ കാണുന്ന നമ്മുടെ ഈ നമ്മൾ ഈ കാണുന്ന ഇലക്ട്രിക് കറന്റിന്റെ പൊളാരിറ്റി മാറും, എന്തും മാറും? ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് മാറും. ഇവിടെ നോർത്ത് പോളിന് വരെ എന്ത് വരും? സൗത്ത് പോളിന് എന്ത് വരും? നോർത്ത് പോൾ വരെയും ചെയ്യും, അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോഴേക്കും അപ്പൊ ഫസ്റ്റ് ഹാഫില് പൊളാരിറ്റി വേറെയായിരുന്നു, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ എന്ത് ചെയ്യും? പൊളാരിറ്റി മാറിക്കൊണ്ടിരുന്നു. ഇതാണ് AC കറണ്ട് പ്രത്യേകത. AC കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മളെ AC കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കും, ആ AC കറണ്ട് കാരണം നമ്മുടെ ഈ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊളാരിറ്റി എന്തെയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊളാരിറ്റി ചേഞ്ച് ആകും സംഭവിക്കും, ഈ കാണുന്ന പൊളാരിറ്റി ചേഞ്ച് ആവില്ല. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊളാരിറ്റി ചേഞ്ച് ആവും. ഈ പൊളാരിറ്റി ചേഞ്ച് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ, അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊളാരിറ്റി ചേഞ്ച് ആവും. അപ്പൊ അത് ഫസ്റ്റ് കാര്യം.
അപ്പൊ ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ കാണുന്ന സോളിനോയിഡിന്റെ അകത്ത് നമ്മള് അപ്പൊ ഈ സോളിനോയിഡ് സംഭവിക്കും, നമ്മുടെ എന്ത് ചെയ്യും, ഈ കറണ്ട് പാസ് ചെയ്യുമ്പോഴേക്കും ഇത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഇവിടെ ക്രിയേറ്റ് ചെയ്യും, ഈ സോളിനോയിഡിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഈ കാണുന്ന അപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, ഇവിടെ ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബൾക്കായിട്ട് ഒരുമിച്ച് ആക്ട് ചെയ്യുമ്പോഴേക്കും ഈ കാണുന്ന സോളിനോയിഡ് എന്തുപോലെ ആക്ട് ചെയ്യും, ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും, സോളിനോയിഡ് ആക്ട് ചെയ്യും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതല്ല, പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഇനി പറയാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. മെത്തേഡ്സ് ടു ഇംപ്രൂവ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് പഠിച്ചില്ലേ? നമ്മൾ പഠിച്ച ഈ ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇൻക്രീസ് ദി ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഈ കാണുന്ന ഇലക്ട്രിക് കറണ്ടിന്റെ ഇന്റൻസിറ്റി നമ്മൾ കൂട്ടും, അതായത് കറണ്ടിന്റെ അളവ് കൂട്ടുക. ഓക്കെ, കാരണം ഈ കാണാം, നമ്മൾ ഈ സോളിനോയിഡിന്റെ അകത്ത് നമ്മൾ കറണ്ട് കടത്തിവിടുകയല്ലേ. അപ്പൊ നമ്മൾ കടത്തിവിടുന്ന കറണ്ട് കാരണമാണ് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്ത്, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ കടത്തിവിടുന്ന കറണ്ടിന്റെ ക്വാണ്ടിറ്റി അളവ് കൂടും, എന്ത് കൂടും, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് എന്താണ്, ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സോളിനോയിഡ് അല്ലെ. ഓക്കെ, ഞാനിപ്പോ 2 സോളിനോയിഡ് ഒന്നിലെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. ഓക്കെ, ഒന്നിലാണെങ്കിലോ നമ്പർ ഓഫ് ടേൺസ് നല്ല കൂടുതലാണ്. അപ്പൊ ഇതിൽ ഏതിനായിരിക്കാം മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ? നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോഴല്ലേ. എന്തുകൊണ്ടാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോ? കാരണം ഇവിടെ ചുറ്റും ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, ചുറ്റും എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോക്കുമ്പോഴേക്കും ഇവിടെ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. കാരണം ചുറ്റും നമുക്ക് ഇഷ്ടംപോലെ ടേൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഓരോ ടേൺസിന്റെയും ഓരോ പോയിന്റ്സിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ എമൗണ്ട് കൂടുതൽ എവിടെയാണ്, ഈ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇതാണ് 2 കാര്യങ്ങൾ. എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം, നമ്മൾ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് കൂട്ടുക, അടുത്ത നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ടേൺസ് അവിടെ കൂട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുക, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലക്ട്രോമാഗ്നറ്റ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോമാഗ്നറ്റിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒരു സോളിനോയിഡ് വേണം, ഒരു സോഫ്റ്റ് അയൺ കോർ വേണം, പിന്നെ ഒരു AC സോഴ്സ് അല്ലെങ്കിൽ ഒരു DC സോഴ്സ് വേണം, ഒരു ഇലക്ട്രിക് സോഴ്സ് വേണം. ഓക്കെ, സോളിനോയിഡ്, പിന്നെ വേറെ എന്തുകൊണ്ട്, ഒരു സോഫ്റ്റ് അയൺ കോർ, പിന്നെ ഒരു ഇലക്ട്രിക് സോഴ്സ് വേണം. ഇതാണ് പ്രധാനമായിട്ട് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എക്സാം നോക്കാം, 2 മാർക്ക് ആണെങ്കിൽ 2 പോയിന്റ്, 1 മാർക്ക് ആണെങ്കിൽ 1 പോയിന്റ് മതി. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്താണ്, ഇൻക്രീസ് ദി ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇലക്ട്രിക് കറണ്ട് ഐയുടെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടുക. ഐയുടെ വാല്യൂ കൂട്ടുമ്പോൾ സംഭവിക്കും, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. സെക്കൻഡ് എന്താണ്, ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക അല്ലെ. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ സംഭവിക്കും, കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിന്റെ സ്ട്രെങ്ത് അവിടെ എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇതുവരെ പഠിച്ച കാലത്ത് ഞാൻ എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടെ ഇതുവരെ പഠിച്ചത് വെച്ച് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളെ പഠിച്ചത് വെച്ചാൽ എന്ത് ചെയ്യും, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ആ കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ഇത് മാർക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, ഇനി സെക്കൻഡ് പഠിച്ചത് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റ് ആണ്. ഇലക്ട്രോമാഗ്നറ്റ് അതിന്റെ അകത്ത് നമ്മളെ പഠിച്ച 2 കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ നോക്കിയത് അല്ലെ. ഇലക്ട്രോമാഗ്നറ്റ് 2 കോൺസെപ്റ്റ് നോക്കി. അതിൽ ഒരു കോൺസെപ്റ്റ് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ആവശ്യമാണ്, ഒരു സോളിനോയിഡ് വേണം അല്ലെ, ഒരു സോളിനോയിഡ് വേണം. പിന്നെ നമുക്ക് എന്ത് വേണം,
ഒരു സോഫ്റ്റ് അയൺ കോർ വേണം, സോളിനോയിഡ് സോഫ്റ്റ് അയൺ കോർ വേണം. പിന്നെ നമുക്ക് എന്ത് വേണം? തേർഡ് നമുക്ക് വേണ്ടത് എന്താണ്? ഒരു വോൾട്ടേജ് സോഴ്സ് വേണം അല്ലെ? വോൾട്ടേജ് സോഴ്സ്. ഇതാണ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട 3 കമ്പോണന്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതിന്റെ ഈ കാണുന്ന ഇലക്ട്രോമാഗ്നറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ ഏതൊക്കെ വഴിയാണ്? ഫസ്റ്റ് ഇന്റൻസിറ്റി കൂട്ടാൻ 2 വഴികളുണ്ട്. അല്ല, ഒന്നാമത്തെ വഴി എന്താണ്? ഇന്റൻസിറ്റി കറണ്ട് ഐ എന്നിങ്ങനെ എന്ത് ചെയ്യുക? കൂട്ടുക. സെക്കൻഡ് വഴി എന്താണ്? നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നാണ് എക്സാമിന് പ്രധാനമായിട്ടും മറ്റേത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ? എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ? മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു കണ്ടക്ടറിനെ ഞാൻ എന്ത് ചെയ്യാൻ ഫ്രീലി ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യാൻ മൂവ് ചെയ്യാം. അതായത് ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഈ കാര്യം പറയാൻ മറന്നുപോയല്ലോ. ഈ കാര്യം പറയാൻ മറന്നുപോയി. നോക്കൂ, ഇതെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു സോളിനോഡ് ഇല്ലേ, ഒരു സോളിനോയിഡ് ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ഈ സോളിനോയിഡിന്റെ പൊലാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ സോളിനോയിഡിൽ കൂടി നമ്മൾ കറണ്ട് കടത്തി വിടുമല്ലോ. ആ സോളിനോഡിലെ ഏത് എൻഡിലാണോ കറണ്ട് ക്ലോക്ക് വൈസ് വരുന്നത്, ഓക്കെ, ഏത് എൻഡിലാണോ കറണ്ട് ക്ലോക്ക് വൈസ് വരുന്നത്, അങ്ങനെ ക്ലോക്ക് വൈസിൽ വരുന്ന പൊലാരിറ്റി വരുന്ന എൻഡ് സൗത്ത് പോലായിരിക്കും. മറ്റേ എൻഡ് ഓട്ടോമാറ്റിക്കലി ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, അത് നോർത്ത് പോലായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ ജസ്റ്റ് ഇവിടെ കറണ്ട് കടത്തി വിടുമ്പോൾ നമ്മൾ നോക്കുക എന്ത് ചെയ്യുക, ഇതില് കറണ്ട് കടന്നു പോകുന്നത് ക്ലോക്ക് വൈസിലാണെങ്കിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൂടിയാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ ആ പൊലാരിറ്റി അത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? സൗത്ത് പോളും. ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ എന്തായിരിക്കും? നോർത്ത് പോളും ആയിരിക്കും. ഓക്കെ, ഈ കാര്യം ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. എക്സാമിന് ഫിഗറിൽ തരും, എന്ത് ചെയ്താലും ഈ കാണുന്ന സോളിനോഡിലെ ഈ ലെഫ്റ്റ് എൻഡിൽ ക്ലോക്ക് വൈസ് കൂടി കറണ്ട് കടന്നു പോവാണ്. അപ്പൊ നോക്കാം, ക്ലോക്ക് വൈസ് കൂടിയാണ് ലെഫ്റ്റ് എൻഡിൽ കടന്നു പോകുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ കാണുന്ന സോളിനോഡിൽ കൂടിയുള്ള കറണ്ടിന്റെ ഇവിടുത്തെ മൂവ്മെന്റ്. ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ എൻഡ് സൗത്ത് പോളും മറ്റേ എൻഡ് നോർത്ത് പോളും. അപ്പൊ റൂൾ തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. റൈറ്റ് ആൻഡ് തമ്പ് റൂളും ഈ റൂളും തമ്മിൽ നിങ്ങൾ മാറിപ്പോയത്. റൈറ്റ് ആൻഡ് തമ്പ് റൂൾ എപ്പോ ഉപയോഗിക്കണം? ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും? റൈറ്റ് ആൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കും. അടുത്തത് എന്ത് ചെയ്യും? നമ്മൾ ഒരു സോളിനോഡിന്റെ പൊലാരിറ്റി കണ്ടുപിടിക്കാൻ, ഡയറക്ഷൻ അല്ല, ഒരു സോളിനോഡിന്റെ പൊലാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും? സോളിനോഡിന്റെ ഏത് എൻഡിലാണോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൂടി കറണ്ട് പോകുന്നത് ആ എൻഡ് സൗത്ത് പോളും മറ്റേ എൻഡ് എന്തായിരിക്കും? നോർത്ത് പോളും ആയിരിക്കും. ഓക്കെ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലെ. നോക്കൂ, മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാല് ഇവിടെ നോക്കൂ, ഞാനിപ്പോ ഇതൊരു ഇലക്ട്രിക് ഞാൻ ജസ്റ്റ് ഒരു കണ്ടക്ടർ ഞാൻ എന്ത് ചെയ്യാൻ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കാൻ ഒരു കണ്ടക്ടർ. ഓക്കെ, കണ്ടക്ടർ എ ബി. ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? ഈ കണ്ടക്ടറിൽ കൂടി ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ചുറ്റും ഞാൻ ഒരു കണ്ടക്ടറിനകത്ത് ഈ കണ്ടക്ടറിന്റെ വെളിയിൽ കൂടി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു യു മാഗ്നറ്റ് ഞാൻ എന്ത് ചെയ്യാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അപ്പൊ ഞാനിങ്ങനെ കണ്ടക്ടറിനെ എന്ത് ചെയ്യാൻ ഇങ്ങനെ ഫ്രീലി ഞാനിങ്ങനെ എന്ത് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയല്ലേ. ഓക്കെ, വെറുതെ ഫ്രീലി തൂക്കിയിട്ടിരിക്കുകയല്ല, അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കണ്ടക്ടറിന്റെ ചുറ്റും എന്തുണ്ട്? ഒരു മാഗ്നറ്റും ഉണ്ട്. ഓക്കെ, ഒരു മാഗ്നറ്റും ഉണ്ട്. എന്റെ ചോദ്യം, ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? കറണ്ട് കടത്തി വിടുകയാണ്. ഓക്കെ, കറണ്ട് പാസ് ചെയ്ത് പോവാണ്. സ്വിച്ച് ഓൺ ചെയ്തു, കറണ്ട് പാസ് ചെയ്തു. അപ്പൊ ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാല് അല്ലെ, ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോയി, സപ്പോസ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതുവരെ ഇങ്ങനെ കറണ്ട് കടന്നു പോയി അല്ലെ, കണ്ടക്ടറിലും ഇങ്ങനെ കടന്നു പോയി, ഇവിടെ ഇങ്ങനെ കടന്നു പോകും അല്ലെ. ശരിയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കളർ മാറ്റി പിടിക്കാം. ഇങ്ങനെ കറണ്ട് കടന്നു പോവാം. അപ്പൊ എന്റെ ചോദ്യം മനസ്സിലായി. എന്റെ ചോദ്യം എന്താ? എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ഫിഗറില് ഇവിടെ ആകെ
നമുക്ക് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്? നമുക്ക് ആകെ ഇവിടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്? അതെ, എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്? എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്? ഇവിടെ 2 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. 2 മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങനെയാണ് അവിടെ 2 മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയത്? നോക്കൂ, പറഞ്ഞുതരാം. ഇവിടെ ആദ്യം ഒന്നാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു യു മാഗ്നറ്റ് ഇല്ലേ, അല്ലെ? ഇവിടെ നമ്മുടെ കയ്യിലുള്ള യു മാഗ്നറ്റ് ഉണ്ടാവും. യു മാഗ്നറ്റ് ഒരു എൻഡ് നോർത്ത് പോൾ, മറ്റേ എൻഡ് സൗത്ത് പോൾ. അപ്പൊ ഈ മാഗ്നറ്റ് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ മാഗ്നറ്റിക് ഫീൽഡ് റീസൺ ആരാണ്? നമ്മുടെ യു മാഗ്നറ്റ്, അല്ലെ? അപ്പോ ഇവിടെ ഉണ്ടാകുന്ന യു മാഗ്നറ്റ് കാരണം എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂ? രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടായതാണ്? ഈ കാണുന്ന എ ബി ഒരു കണ്ടക്ടർ അല്ലേ, ശരിയല്ലേ? എ ബി എന്താണ്? ഒരു കണ്ടക്ടർ ആണ്. നമ്മൾ എന്താ ആദ്യം പഠിച്ചത്? ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തി വിട്ടാൽ ആ കണ്ടക്ടറിന് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും, അല്ലെ? അപ്പോൾ ഇവിടെ ഈ കാണുന്ന കണ്ടക്ടർ എ ബിക്ക് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്ത് കാരണം? കണ്ടക്ടർ എ ബിയിൽ കൂടി കറണ്ട് കടത്തി വിടുന്നത് കാരണം. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന കണ്ടക്ടർ എ ബിയിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് കടത്തി വിടുന്നത് കാരണം ഈ കാണുന്ന കണ്ടക്ടർ എ ബിക്ക് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ കണ്ടക്ടർ എ ബി, ഈ കണ്ടക്ടർ എ ബിയിൽ കൂടി കറണ്ട് കടന്നു പോകുന്നത് കൊണ്ട് ഈ കണ്ടക്ടറിന് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം എന്താണ്? ഈ നമ്മുടെ കറണ്ട് ക്യാരി ചെയ്യുന്ന ഈ കണ്ടക്ടർ കാരണം. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് ആകെ 2 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഈ തന്നിരിക്കുന്ന യു മാഗ്നറ്റ് കാരണം ഒരു മാഗ്നറ്റിക്, കാരണം മാഗ്നറ്റ് എല്ലായ്പ്പോഴും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, അല്ലേ? അപ്പൊ ഈ തന്നിരിക്കുന്ന യു മാഗ്നറ്റ്, ഈ കാണുന്ന റെഡ് ആണ് യു മാഗ്നറ്റ് കേട്ടോ. അപ്പൊ ഈ തന്നിരിക്കുന്ന യു മാഗ്നറ്റ് കാരണം എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഈ തന്നിരിക്കുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അല്ലെ, കറണ്ട് കടത്തിവിടുന്ന ഈ കണ്ടക്ടർ, അങ്ങനെ കറണ്ട് കടത്തിവിടുന്ന ഈ കണ്ടക്ടറിന് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആകെ ഇവിടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്? 2 മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ 2 മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? മ്യൂച്വലി ഇന്ററാക്ട് ചെയ്തിട്ട് ഈ കണ്ടക്ടറിലേക്ക്, ഇത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ തമ്മിൽ മ്യൂച്വലി ഇന്ററാക്ട് ചെയ്തിട്ട് ഈ കണ്ടക്ടറിലേക്ക് എന്ത് ആക്ട് ചെയ്യും? ഒരു ഫോഴ്സ് അവിടെ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഫോഴ്സിനെയാണ്, ഈ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എന്ത് പറയും? മോട്ടോർ പ്രിൻസിപ്പിൾ. എന്ത് പറയും? മോട്ടോർ പ്രിൻസിപ്പിൾ. ക്ലിയർ ആയോ? അപ്പൊ 2 മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി ഇന്ററാക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കാണുന്ന കണ്ടക്ടർ എ ബിയിലേക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ഫോഴ്സ് അവിടെ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഈ പ്രിൻസിപ്പിളിനെ, അല്ലെങ്കിൽ ഈ തിയറിയെ, ഈ പ്രിൻസിപ്പിളിനെ നമ്മൾ എന്ത് പേര് പറയും? മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ. നമുക്ക് ഇതിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ആദ്യം ഇവിടെ മനസ്സിലാക്കാം എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ? എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഒരു വെറും കണ്ടക്ടർ അല്ല, എന്താണ്? ഒരു കണ്ടക്ടറിനെ ഞാൻ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വയ്ക്കണം. അതായത് ആ കണ്ടക്ടറിന്റെ അടുത്ത് എന്ത് വേണം? ഒരു മാഗ്നറ്റ് വേണം, അല്ലെ? അപ്പൊ ഒരു കണ്ടക്ടറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ട് വെച്ചതിന് ശേഷം ആ കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തി വിട്ടതിനാല് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ഫോഴ്സ് ആ കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യും. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ഓക്കെ, നമുക്ക് ക്ലിയർ ആയി. നമ്മൾ നേരത്തെ ഈ ഫിഗറിൽ പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് ചെയ്യും? നമ്മൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ കണ്ടക്ടർ, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ തന്നിരിക്കുന്ന കണ്ടക്ടർ, ഈ കണ്ടക്ടർ എ ബി ഞാൻ എവിടെ വെച്ചിരിക്കുകയാണ്? ഒരു മാഗ്നറ്റിന്റെ വെളിയിൽ വെച്ചിരിക്കുകയാണ്, അല്ലെ? അകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കണ്ടക്ടർ എ ബി ഇവിടെ ഇരിക്കുകയാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുകയാണ്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഈ കണ്ടക്ടർ എ ബി കൂടി ഞാൻ കറണ്ട് കടത്തി വിടുമ്പോൾ ഈ കണ്ടക്ടർ എ ബിയിലും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും.
അങ്ങനെ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ മ്യൂച്വലി ഇന്ററാക്ട് ചെയ്തിട്ട് ഈ കണ്ടക്ടർ എ ബിയിലേക്ക് എന്താക്ട് ഒരു ഫോഴ്സ് അവിടെ എന്ത് ചെയ്യും ആക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമുക്ക് നോക്കേണ്ടത് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദി ഫോഴ്സ് ആർ അല്ലെ. അപ്പൊ ഈ കണ്ടക്ടർ എ ബിയിലേക്ക് ഫോഴ്സ് ആക്റ്റീവ് ഇല്ലേ, ഈ ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫാക്ടറാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നാമത്തെ ഫാക്ടറായി? റീസൺ എന്ന് വെച്ചാൽ കഴിഞ്ഞാല് നോക്കൂ, ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മൾ ഈ കാണുന്ന കാന്തമല്ലേ, ഈ കാന്തം കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായില്ലേ അല്ലെ. ഈ കാന്തം കാരണം ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡും ഈ കണ്ടക്ടർ എ ബിക്ക് ചുറ്റും ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് ചേർന്നിട്ടാണ് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്ത് ഈ ഫോഴ്സ് ഉണ്ടായത്. അപ്പൊ ഈ ഫോഴ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫാക്ടർ നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടാമത്തെ ഫാക്ടർ ആരാണ്? നമ്മൾ ഇതുവഴി കടത്തിവിടുന്ന കറണ്ട്. കാരണം ഇതുവഴി ഈ കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തിവിടുമ്പോഴാണ് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത് അല്ലെ. അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെയും അപ്പൊ ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഈ കാണുന്ന നമ്മൾ ഉപയോഗിച്ച മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫാക്ടറാണ്. രണ്ടാമത് നമ്മൾ ഈ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കടത്തിവിട്ട കറണ്ടും ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ഫാക്ടർ. ഒന്നാമത്തെ ഫാക്ടർ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, സെക്കൻഡ് ഫാക്ടർ ആണ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇനി ഇതില് പ്രധാനപ്പെട്ട വേറെ ഒരു കോൺസെപ്റ്റ്, അപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ, ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏത് റൂൾ ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അപ്പോ നമ്മൾ 3 റൂള് പഠിച്ചു. നമ്മൾ 3 റൂള് പഠിച്ചു. ഈ 3 റൂളും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. 3 റൂളും നിങ്ങൾ എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. ഞാൻ 3 റൂളും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം പഠിച്ച ഫസ്റ്റ് റൂള് ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തിവിടുന്നു. അപ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്ത് ചെയ്യും? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഈ രണ്ടാമത്തെ റൂള് ഏതാണ്? രണ്ടാമത്തെ റൂള് നമ്മുടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളും അല്ലെ. ഈ റൂൾ എപ്പോ ഉപയോഗിക്കണം? ഒരു സോളിനോയിഡിന്റെ എൻഡ്, ഈ സോളിനോയിഡിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനോട് ഉപയോഗിക്കും. പൊളാരിറ്റി ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് നോക്കണം? ആ സോളിനോയിഡിലെ ഏത് എൻഡിനാണ് കറണ്ട് ക്ലോക്ക് വൈസ്, അത് സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് എൻഡ് നോർത്ത് പോളും ആണ്. ഇനി മൂന്നാമത്തെ റൂളാണ് ഏത് റൂള്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് മൂന്നാമത്തെ റൂള്. ഇനി ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ എപ്പോ യൂസ് ചെയ്യും? ഫ്ലെമിങ്സ് ഏതാ ബുദ്ധിമുട്ടോട്ടോ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അതിപ്പോ യൂസ് ചെയ്യണം. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ഏത് റൂൾ ഉപയോഗിക്കുക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ 3 റൂള് മാറിപ്പോകരുത്. എക്സാമിന് റൂൾ ചോദിക്കും, നിങ്ങൾ ഏത് റൂൾ യൂസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? നോക്കാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഏത് റൂളാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എഴുതണം. ഇനി സോളിനോയിഡ് തന്നിട്ട് ആ സോളിനോയിഡിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് റൂള് ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് റൂൾ ഉപയോഗിക്കണം? ക്ലോക്ക് വൈസ് സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് എൻഡ് നോർത്ത് പോളും യൂസ് ചെയ്യണം. അടുത്ത് നോക്കാം, ഒരു കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെ, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് റൂള് ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും നിങ്ങൾ പറയണം. ഓക്കെ, ഈ കാര്യങ്ങൾ, ഈ കോൺസെപ്റ്റ് എന്ത് ചെയ്ത് മറക്കരുത്. ഓക്കെ, ഇതാണ് ഫ്ലെമിങ്സ്. മനസ്സിലായതോ? ഇതാണ് നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ചത്. ഓക്കെ,
മോട്ടോർ പ്രിൻസിപ്പിൾ ഐഡിയ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കേട്ടോ. നമ്മുടെ തമ്പ് എന്തായിരിക്കും? തമ്പ് ഓൾവേസ് ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. നമ്മുടെ ഫോർ ഫിംഗർ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇത് ഓർക്കാൻ വേണ്ടി എളുപ്പമാണ്. ഈ കോഡ് എടുത്താൽ മതി. ഫാദർ, മദർ, ചൈൽഡ്. ഫാദർ ഫോഴ്സ്, മദർ എം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡ് സി എന്താണ്? കറണ്ട് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മള് 3 ഫിംഗർ നമ്മൾ എന്ത് ചെയ്തതുപോലെ 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം, ഇപ്പൊ നമ്മൾ ആംഗിൾ 90 ഡിഗ്രി ആട്ടോ, ഇങ്ങനെ 90 ഡിഗ്രി വരത്തക്ക രീതി നിങ്ങൾ 3 ഫിംഗർ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതായത് ഫസ്റ്റ് ഈ നമ്മുടെ തമ്പ് എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഫോർ ഫിംഗർ എന്താണ്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി മോട്ടോർ പ്രിൻസിപ്പിൾ വഴി നമുക്ക് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് ഈ ഫോഴ്സിനെ പറ്റി പറഞ്ഞത് അല്ല. ആ ഫോഴ്സ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞു നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കും. റിവിഷൻ, ഇത് ക്വിക്ക് റിവിഷൻ ആട്ടോ, പെട്ടെന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ്. ചാപ്റ്റർ നമ്മൾ പെട്ടെന്ന് നമ്മൾ റിവേഴ്സ് ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് പഠിച്ചൊക്കെ റിവേഴ്സ് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാം. നിങ്ങളൊന്ന് പഠിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? പഠിച്ച കാര്യം നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഓർത്തെടുക്കുന്നു. ശരി, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഇത് നമ്മളെ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സംഭവമാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ, നമുക്കിനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഈ മോട്ടോർ പ്രിൻസിപ്പിൾ വഴി വർക്ക് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, മോട്ടോർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെന്റിൽ ഒന്നാമത്തെ ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രിക് മോട്ടോർ. ഓക്കെ, നമുക്ക് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെന്റ് ഒരെണ്ണം ആരായിരിക്കും? ഇലക്ട്രിക് മോട്ടോർ ആയിരിക്കും അല്ലെ. ഇനി ഈ ഇലക്ട്രിക് മോട്ടറിന്റെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്, ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഇതൊക്കെയാണ്. ഫസ്റ്റ് കമ്പോണന്റ് ഒരു ബാർ മാഗ്നറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്, മാഗ്നറ്റ് കേട്ടോ. ബാർ മാഗ്നറ്റ് ഒരു മാഗ്നറ്റ്, ഒരു ഫീൽഡ് മാഗ്നറ്റ്. നമ്മൾ എന്ത് പറയും? നമ്മളതിനെ ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയും. ഒരു ഫീൽഡ് മാഗ്നറ്റ്. ഓക്കെ, ഒരു ഫീൽഡ് മാഗ്നറ്റ്. പിന്നെ എന്താണ്? അവിടെ ഒരു ആർമേച്ചർ കാണും. പിന്നെ നമ്മൾ എന്ത് ഗ്രാഫൈറ്റ് ബ്രഷ് യൂസ് ചെയ്യും. പിന്നെ നമ്മളവിടെ സ്പ്ലിറ്റ് റിംഗ് കേട്ടോ, മാറിപ്പോയത് സ്പ്ലിറ്റ് റിംഗ്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന മോട്ടർ ഏത് മോട്ടറാണ്? DC മോട്ടറാണ്. ഏത് മോട്ടറാണ്? DC മോട്ടറാണ്. അപ്പൊ നമ്മൾ ഈ DC എന്ന വാക്ക് കേട്ടാൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കും? DC എന്ന വാക്ക് കേട്ടാൽ ഉപയോഗിക്കേണ്ടത് സ്പ്ലിറ്റ്, മാറിപ്പോയി. DC എന്ന വാക്ക് കേട്ടാൽ സ്പ്ലിറ്റ് റിംഗ്. ഓക്കെ, ഇനി AC കേട്ടുമ്പോ AC എന്തെങ്കിലും AC ആണ് നിങ്ങൾ ഉപയോഗിക്കും? സ്ലിപ്പ് റിംഗ്. ഓക്കെ, സ്ലിപ്പ് റിംഗ് ആർക്കും ഉപയോഗിക്കേണ്ടത്? AC-ക്കാണ്. ഓക്കെ, നമ്മുടെ മോട്ടോർ ഇപ്പൊ AC മോട്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുമായിരുന്നു? നമ്മൾ സ്ലിപ്പ് റിംഗ് ഉപയോഗിക്കുമായിരുന്നു. AC മോട്ടർ പഠിക്കാനില്ല കേട്ടോ. അപ്പൊ DC എന്ന വാക്ക് കേട്ടാൽ അവിടെ ഏത് റിംഗ് ആണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. AC എന്ന വാക്ക് കേട്ടാൽ എന്താണ്? സ്ലിപ്പ് റിംഗ് ആണ്. ഇനി ഇവിടെ നമുക്ക് ഒരു മോട്ടറും ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു മോട്ടറും ജനറേറ്ററും തമ്മിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ നോക്കൂ, നമ്മുടെ മോട്ടർ ആണെങ്കിൽ ഇതാണ് ഇതിന്റെ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഓക്കെ, ഇതിന്റെ എക്സ്റ്റേണൽ സർക്യൂട്ട് ആണ്. ഇവിടെ നോക്കണം. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏതാണ് മോട്ടർ, ഏതാണ് ജനറേറ്റർ എന്ന് മനസ്സിലാകും. ഓക്കെ, നമ്മളിപ്പോ ഒരു മോട്ടർ ആണെങ്കിൽ എന്താ മോട്ടറിന്റെ പ്രത്യേകത? നമ്മൾ കറണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേ മോട്ടർ വർക്ക് ചെയ്യൂ, ശരിയല്ലേ? അപ്പൊ മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ മോട്ടർ ആണെങ്കിൽ അവിടെ എന്ത് കാണും? സെല്ല് കാണും. ഇതുപോലെ സെല്ലുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? മോട്ടർ ആയിരിക്കും. ഇനി ജനറേറ്റർ ആണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിന്റെ അകത്ത് സെല്ലിന് പകരം ഒരു ഗാൽവനോമീറ്റർ ആയിരിക്കും. ഓക്കെ, സെല്ലിന് പകരം ഒരു ഗാൽവനോമീറ്റർ ആണെങ്കിൽ അത് എന്തായിരിക്കും? ജനറേറ്റർ ആയിരിക്കും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് മോട്ടറും ഇലക്ട്രിക് ജനറേറ്ററും തമ്മിൽ എങ്ങനെ മനസ്സിലാക്കും? ഓർത്തിരിക്കുക, മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യണം.
ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? സെല്ല് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അല്ലേ? അപ്പൊ സെല്ല് അവിടെ ഉണ്ടെങ്കിൽ അത് മോട്ടറാണ്. ഓക്കെ, ഇനി എന്താണ് ജനറേറ്ററിന്റെ പ്രത്യേകത? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഉപകരണമാണ് നമ്മുടെ ജനറേറ്റർ അല്ലേ? അപ്പൊ കറണ്ട് പ്രൊഡ്യൂസ് അപ്പൊ ഒരു ഇക്വിപ്മെന്റിൽ കൂടി കറണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? ഗാൽവനോമീറ്റർ ഉപയോഗിക്കും. അപ്പൊ ഗാൽവനോമീറ്റർ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ജനറേറ്റർ ആയിരിക്കും. ഇനി ഈ ജനറേറ്റർ എ സി ആണോ ഡി സി ആണോ എങ്ങനെ മനസ്സിലാക്കാൻ നോക്കും? അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ആ റിങ് നോക്കാം. എന്ത് നോക്കാം? റിങ് നോക്കാം. ആ റിങ് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അത് ജനറേറ്റർ ആണോ എ സി ആണോ ഡി സി ആണോ മനസ്സിലാക്കാൻ പറ്റും. ഡി സി ആണെങ്കിൽ നമ്മൾ ഏത് റിങ് ഉപയോഗിക്കും? അവിടെ നമ്മൾ സ്പ്ലിറ്റ് റിങ് ഉപയോഗിക്കും. എ സി നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്ലിപ്പ് റിങ് ഉപയോഗിക്കും. ഈ സ്പ്ലിറ്റ് റിങ് എങ്ങനെയായിരിക്കും? സ്പ്ലിറ്റ് റിങ് ഈ സ്പ്ലിറ്റ് റിങ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സ്പ്ലിറ്റ് റിങ് എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ സർക്യൂട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഹാഫ് റിങ് ആണ്. പകുതി റിങ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അയാളാണ് സ്പ്ലിറ്റ് റിങ്. സ്ലിപ്പ് റിങ് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? സ്ലിപ്പ് റിങ് ആണെങ്കിൽ അത് ഒരു ഫുൾ റിങ് ആണ്. ഇതുപോലെ അടുത്തതാരെ ഇതുപോലെ 2 ഫുൾ റിങ് ഉണ്ടെങ്കിൽ അയാള് എന്തായിരിക്കും? സ്ലിപ്പ് റിങ് ആയിരിക്കും. ഹാഫ് റിങ് ആണെങ്കിൽ അതാണ് സ്പ്ലിറ്റ് റിങ്. ഓക്കെ, അപ്പൊ എക്സാമിന് എന്ത് ചെയ്യും? മോട്ടറും ജനറേറ്ററും തമ്മിൽ മനസ്സിലാക്കാൻ പഠിച്ചു നമ്മൾ. ഇനി നമ്മൾ തന്നിരിക്കുന്ന ജനറേറ്റർ എ സി ആണോ ഡി സി ആണോ നോക്കാൻ വേണ്ടി നമ്മൾ റിങ് നോക്കുക അല്ലെ? ഏത് റിങ് നോക്കണം? നിങ്ങൾ ആ റിങ് നോക്കുക. ഹാഫ് റിങ് ആണ്. ഈ ഫിഗറിൽ കാണും. ഹാഫ് റിങ് ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? സ്പ്ലിറ്റ് റിങ് ആയിരിക്കും. ഫുൾ റിങ് ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? സ്ലിപ്പ് റിങ് ആയിരിക്കും. സ്പ്ലിറ്റ് റിങ് ആണെങ്കിൽ ഡി സി, സ്ലിപ്പ് റിങ് ആണെങ്കിൽ എ സി. ഓക്കെ, ഈ കാര്യം മനസ്സിലാകും. അപ്പൊ നമ്മളൊരു ഇലക്ട്രിക് മോട്ടോർ, ഡി സി മോട്ടോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഡി സി മോട്ടറിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഒക്കെയാണ്. ആദ്യം നമ്മൾ ഫീൽഡ് മാഗ്നറ്റ് കാണും, പിന്നെ ആർമേച്ചർ, പിന്നെ ഗ്രാഫൈറ്റ് ബ്രഷ്, പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഉള്ള നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്, പിന്നെ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് സെല്ലും ഉണ്ട്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ ഇനി നമ്മൾ അടുത്തത് ഞാൻ ഇതിനകത്ത് ഈ നമ്മുടെ കണ്ടോ, ഇവിടെ നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കുക, ഇത് ഏത് നോക്ക്. ഫസ്റ്റ് ഈ ഫിഗർ നിങ്ങൾ നോക്കുക. ഈ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ പറയാ ഇത് ഉള്ളത് നമ്മുടെ മോട്ടർ ആണോ ജനറേറ്റർ ആണോ? ഫസ്റ്റ് നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കാം മോട്ടറോ ജനറേറ്ററോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് നോക്കണം? നമ്മൾ ഈ തന്നിരിക്കുന്ന എക്സ്റ്റേണൽ സർക്യൂട്ട് നോക്കുക. അവിടെ സെല്ലാണ്. സെല്ലായതുകൊണ്ട് അത് മോട്ടറാണ്. ഈ മോട്ടർ എ സി ആണോ ഡി സി ആണോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് നോക്കണം? ഈ കാണുന്ന റിങ് നോക്കാം. കണ്ടോ, ഇവിടെ രണ്ട് ഹാഫ് റിങ് ആണ്. ഉണ്ടാവും പകുതിയാണ്. ഈ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടോ? പകുതിയാണ്. ഇത് ഒരു പകുതി, ഇത് വേറൊരു പകുതി അല്ലെ? അപ്പൊ പകുതി ആയതുകൊണ്ട് ഇത് ഏത് റിങ്ങാണ്? ഏത് റിങ്ങാണിത്? സ്പ്ലിറ്റ് റിങ് ആണ് അല്ലെ? സ്പ്ലിറ്റ് റിങ് ആണെങ്കിൽ എന്തായിരിക്കും? ഡി സി മോട്ടർ. അതാണ് ഡി സി കറണ്ട്. കണ്ടോ, ഇവിടെ ഡി സി കറണ്ട് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ മോട്ടർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ജനറേറ്റർ ആണെങ്കിൽ സംഭവിക്കും. ജനറേറ്റർ ആകുമ്പോൾ എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് അതിലേക്ക് പോവാം. ജനറേറ്റർ വേറെ ചാപ്റ്ററിലല്ലേ, അതിലേക്ക് പോവാം. അതായിരിക്കും ജനറേറ്റർ. ഓ, ഈ ജനറേറ്റർ നോക്കാം. ഈ ജനറേറ്റർ എ സി ആണ്. ഇത് ജനറേറ്റർ ആണ്. എന്തുകൊണ്ട് നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നു? കാരണം എക്സ്റ്റേണൽ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എന്തുണ്ട്? ഗാൽവനോമീറ്റർ ഉണ്ട്. കാരണം ഗാൽവനോമീറ്റർ ഉണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും? അത് ജനറേറ്റർ ആയിരിക്കും. ഓക്കെ, ഈ ജനറേറ്റർ എ സി ആണോ ഡി സി ആണോ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഒരു 2 ഫുൾ റിംഗ് ആണ് അല്ലേ? 2 ഫുൾ റിംഗ് ആയതുകൊണ്ട് ഈ പുള്ളി ആരായിരിക്കും? സ്ലിപ്പ് റിംഗ് ആണ്. കാരണം സ്ലിപ്പ് റിംഗ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഫുൾ റിംഗ് ആയിരിക്കും അല്ലെ? സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? എ സി. അപ്പൊ ഇത് എ സി ജനറേറ്റർ ആണ്. ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്തപോലെ നമുക്ക് ഡി സിയുടെ ഒരു ഫിഗർ താഴെ ഉണ്ട് എന്ന് തോന്നുന്നു. ഡി സി ജനറേറ്ററിന്റെ ഫിഗർ. ഡി സി ജനറേറ്റർ ആണോ? ഇത് ഡി സി. നമ്മൾ എന്താണ് ഡി സി ജനറേറ്റർ ആയി? കാരണം ഗാൽവനോമീറ്റർ ഉള്ളത് കൊണ്ട് ഇത് ജനറേറ്റർ ആണ്.
അല്ലെ? ഇനി ഇത് എ സി ആണ് ഡി സി ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? രണ്ട് ഹാഫ് റിംഗ് ഉണ്ട്, രണ്ട് ഹാഫ് റിംഗ് ആണ് അല്ലെ? ഹാഫ് റിംഗ് ആയതുകൊണ്ട് എന്ത് പേര് പോലെ നമ്മൾ അതിനെ എന്ത് പേര് പറയും? നമ്മൾ സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയും. ഈ സ്പ്ലിറ്റ് റിംഗ് ഉള്ള ആർക്കാണ്? ഡി സിക്കാണ്. അപ്പൊ ഇത് ഡി സി ജനറേറ്റർ ആണ്. ഓക്കെ, ജനറേറ്റർ മനസ്സിലാക്കിയ എളുപ്പമല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇതിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് ഇതിന്റെ വർക്കിംഗ്? ഇതിന്റെ വർക്കിംഗ് സിമ്പിൾ ആണ്. ഫസ്റ്റ് ഇവിടെ ഉള്ള ഫീൽഡ് മാഗ്നറ്റ് ഇല്ലേ? ഈ ഫീൽഡ് മാഗ്നറ്റ് കാരണം ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആര് കാണും? ഫീൽഡ് മാഗ്നറ്റ് കാണും. ഓക്കെ, സോറി. അപ്പൊ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? നമ്മൾ ഉപയോഗിച്ച ഫീൽഡ് മാഗ്നറ്റ് കാരണം ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഫീൽഡ് മാഗ്നറ്റ് കാരണം എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇതാര് കാരണം? ഈ ഫീൽഡ് മാഗ്നറ്റ് കാരണം. അടുത്ത നോക്ക്, ഇനി ഈ കാണുന്ന കണ്ടക്ടർ കൂടെ നമ്മൾ കറണ്ട് കടത്തിയത്, കാരണം ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ്, സെല്ലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതുവരെ കറണ്ട് കടന്നു അല്ലേ? ഇതുവരെ കറണ്ട് കടന്നു പോകുമ്പോൾ ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ക്രിയേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണം എന്ത് ക്രിയേറ്റ് ചെയ്യും? വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിക്കും? മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ? ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി ഇന്ററാക്ട് ചെയ്തിട്ട് ഈ കണ്ടക്ടറിലേക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് അവിടെ എന്ത് ചെയ്യും? എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ? അപ്പൊ ഇവിടെ ഈ കണ്ടക്ടറിലേക്ക് ഫോഴ്സ് വരും. ആ ഫോഴ്സ് എവിടേക്കാണ്? നമുക്ക് ഏത് ഉപയോഗിക്കാം? ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാം അല്ലെ? നമ്മൾ നോക്കാം, ഇതിൽ കണ്ടക്ടറിലേക്ക് നമ്മൾ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഈസി മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ഫോഴ്സ് മുകളിലാണ്. എന്തുകൊണ്ട് മുകളിലാണ്? എന്തുകൊണ്ടാ? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ്, സോറി, ഇവിടുത്തെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? താഴേക്ക് അല്ലേ? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ആദ്യം വെക്കുക, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഈ നമ്മൾ 4 ഫിംഗർ എടുത്തിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്ത് പോയും സൗത്ത്, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? നോർത്ത് പോൾ സൗത്ത് പോളിലേക്കല്ലേ? അല്ല, അപ്പൊ നമ്മൾ ഈ ഡയറക്ഷനിൽ നിങ്ങൾ 4 ഫിംഗർ വയ്ക്കാം. ഓക്കെ, ഇനി കറണ്ട് അങ്ങോട്ടല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന നമ്മുടെ മിഡിൽ ഫിംഗർ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക, ആ ഡയറക്ഷനിൽ വെക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ തമ്പ് താഴേക്കാണ് പോകുന്നത്. നിങ്ങൾ നോക്കോ കേട്ടോ, ഇത് ഞാൻ ഇതിനു വേണ്ടി ഒരു വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ ഈ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും നമ്മൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് പ്രത്യേകം നമ്മളെ വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഫോഴ്സ്, അപ്പൊ നോക്കി ഇവിടെ ഫോഴ്സ് താഴേക്കാക്കി, ഇവിടെ ഈ എൻഡിലെ ഫോഴ്സ് മുകളിലേക്കാണ്. രണ്ട് ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ആര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് ആണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ പഠിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്നത് ഫസ്റ്റ് എക്സാമിന് ഈ ഫിഗർ തന്നിട്ട് ഇതിന്റെ പാർട്സ് മാർക്ക് ചെയ്യാൻ പറയും. മാർക്ക് ചെയ്യാം. ഫീൽഡ് മാഗ്നറ്റ്, ഓക്കെ, ബാർ മാഗ്നറ്റ് അല്ല, ഏത് മാഗ്നറ്റാണ്? ഫീൽഡ് മാഗ്നറ്റ്. ഓക്കെ, മാർക്ക് ചെയ്യാം. മാഗ്നറ്റ്, ഫീൽഡ് മാഗ്നറ്റ് മാർക്ക് ചെയ്യാം. ഇത് ആർമേച്ചർ എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ കാണുന്ന ബ്രഷ് മാർക്ക് ചെയ്യുക, സ്പ്ലിറ്റിംഗ് മാർക്ക് ചെയ്യുക. സ്പ്ലിറ്റിംഗ് ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ മതി. ഓക്കെ, ഇനി അതിനുശേഷം എക്സാം ചോദിക്കുന്ന കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളെ എക്സാം ചോദിക്കുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് മോട്ടർ അല്ലേ? ഓക്കെ, ഈ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ? പഠിച്ചു. കാരണം മോട്ടോർ പ്രിൻസിപ്പിൾ കാരണമാണ് ഫോഴ്സ് ആക്ട് ചെയ്തത്. ആ ഫോഴ്സ് കാരണമാണ് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ. അടുത്ത മെയിൻ പാർട്സ്, ഈ പാർട്സ് അടയാളപ്പെടുത്താൻ പഠിക്കണം കേട്ടോ. നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് മാർക്ക് ചെയ്യാൻ പറയും. നിങ്ങൾ മാർക്ക് ചെയ്യാം. ഫീൽഡ് മാഗ്നറ്റ് ഒരു പാർട്സ്, ആർമേച്ചർ ഉണ്ട്, പിന്നെ സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്, ഗ്രാഫൈറ്റ് ബ്രഷ് ഉണ്ട്. ഈ കാര്യം മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഇനി ഇത് ഓരോന്നിന്റെയും ഫംഗ്ഷൻ നോക്കാം, ഓരോന്നിന്റെ ഉപയോഗം നോക്കാം. ഓക്കെ, അത് നമുക്ക് എന്താണ് ഫീൽഡ് മാഗ്നറ്റ്? എന്താ ഫീൽഡ് മാഗ്നറ്റ് ഉപയോഗം? ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഫീൽഡ് മാഗ്നറ്റ് ആണ്. എന്താ ആർമേച്ചർ? ആ റൊട്ടേറ്റിംഗ് പാർട്ട് അല്ലെ? നമ്മൾ പഠിച്ചു, ഈ ഫിഗറിന്റെ അകത്ത് പഠിച്ചായിരുന്നു. അവിടെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചർ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കറങ്ങുന്നത് അല്ലെ? ആർമേച്ചർ എന്ത് ചെയ്യും? നമ്മളെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റിംഗ് പാർട്ട് ആരാണ് അവിടെ? ആർമേച്ചർ, റൊട്ടേറ്റിംഗ് പാർട്ട്. അടുത്ത് സ്പ്ലിറ്റിംഗിന്റെ ഉപയോഗം എന്താണ്? സ്പ്ലിറ്റിംഗിന്റെ ഉപയോഗം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതിപ്പോ DC നമ്മുടെ
നമ്മുടെ ഫിഗർ നോക്കത്തോട്ടെ. ഇതിലുള്ള കേട്ടോ, നമുക്ക് മോട്ടറിന്റെ ഫിഗർ എടുക്കാം. ഇവിടെ നമുക്ക് ഈ സ്പ്ലിറ്ററിങ്ങിന്റെ ഉപയോഗമാണ്. സ്പ്ലിറ്ററിങ്ങിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ പോസിറ്റീവും ഇത് നെഗറ്റീവ് അല്ലേ, ഈ കാണുന്ന എന്റെ പോസിറ്റീവ് ഈ കാണുന്ന എന്റെ നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ സംഭവിക്കും ഈ കാണുന്ന എന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ കറണ്ട് കടത്തി വിടുന്ന കാരണമായിട്ട് ആ റൊട്ടേറ്റ് ചെയ്യും, നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും ആർമേച്ചർ എന്ത് ചെയ്യാ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനൊരു പകുതി റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും ഈ സംഭവം തിരിയും, ഇങ്ങനെ തിരിയും. പകുതി റൊട്ടേഷൻ കഴിയുമ്പോൾ ഇങ്ങനെ ആയാൽ മതി. ഇങ്ങനെ നോക്കുക, ഇതേ ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കാം. ഇതേ ഫിഗർ അല്ല, ഇതുപോലത്തെ ഒരു ഫിഗർ. ഓക്കെ, ആർമേച്ചർ. ഓക്കെ, അപ്പൊ പകുതി റൊട്ടേഷൻ കഴിയുമ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ സംഭവിക്കും ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും ഈ B1 എങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഈ B2 എങ്ങോട്ട് വരും, അങ്ങോട്ട് വരും. ശരിയല്ലേ? അപ്പൊ പകുതി റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, നമ്മുടെ ഈ അപ്പൊ ഇത് അങ്ങോട്ട് പോകുമ്പോൾ പൊളാരിറ്റി മാറും. ഈ പോസിറ്റീവ് എങ്ങോട്ട് വരും, പകുതി റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും അങ്ങനെ മാറുകയല്ലേ, ഈ പൊളാരിറ്റി മാറുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ഈ പോസിറ്റീവ് ഇങ്ങോട്ട് വരും, നെഗറ്റീവ് ഇങ്ങോട്ട് വരും. അപ്പൊ ഫസ്റ്റ് ഹാഫില് ഇവിടുത്തെ ഫോഴ്സ് AB-യിലെ ഫോഴ്സ് താഴേക്ക്, ഇവിടുത്തെ ഫോഴ്സ് മുകളിലേക്ക്. അത് കാരണമായിട്ട് അത് എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ സംഭവിക്കും, സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ എൻഡ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയില്ല, എൻഡ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമ്പോൾ സംഭവിക്കും സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ AB-യുടെ ഫോഴ്സ് അങ്ങോട്ട് വരും, മുകളിലേക്ക് വന്നിട്ട് ഇതിന്റെ ഫോഴ്സ് താഴേക്ക് വരും. ശരിയല്ലേ? എന്തുകൊണ്ടാ കാരണം ഒരു ഹാഫ് കഴിയുമ്പോഴേക്കും എൻഡ് അല്ല, ഇത് മൊത്തം കറങ്ങുകയാണ്. ഇത് മൊത്തം കറങ്ങുമ്പോൾ സംഭവിക്കും ഇത് മൊത്തം കറങ്ങുകയല്ലേ. അപ്പൊ ഒരു ഹാഫ് കഴിയുമ്പോൾ സംഭവിക്കും ഈ കാണുന്ന B1 പോർഷൻ എങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരികയും അല്ലെ, ഈ B2 എന്ന സാധനം ഇങ്ങോട്ട് വരികയും ചെയ്യും അല്ലെ. അപ്പൊ അങ്ങോട്ട് ഈ ബ്രഷ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി അല്ലെ, ഈ എൻഡ് മൊത്തം അങ്ങോട്ട് മാറുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹാഫില് ഈ എൻഡ് പോസിറ്റീവ് ഈ എൻഡ് നെഗറ്റീവ് ആകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്യാൻ മാറും, മൊത്തം അങ്ങ് ചേഞ്ച് ആവും. ഈ കാണുന്ന ഇത് മൊത്തം റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും ഈ എൻഡ് നെഗറ്റീവ്, ഈ എൻഡ് എന്ത് ചെയ്യാൻ മാറും, പോസിറ്റീവ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ സംഭവിക്കും, അതായത് ഓരോ ഹാഫ് റൊട്ടേഷൻ മാറുമ്പോഴേക്കും എന്ത് മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ഈ കാണുന്ന പൊളാരിറ്റി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്. അത് കാരണം എന്ത് ചെയ്യും, ആദ്യം ഇങ്ങോട്ട് ആർമേച്ചർ കറങ്ങി രണ്ടാമത്തെ ആർമേച്ചർ തിരിച്ച് ഓപ്പോസിറ്റ് കറങ്ങും. അപ്പൊ നമുക്ക് റൊട്ടേഷൻ കിട്ടില്ല. പകരം ആർമേച്ചർ എന്ത് ചെയ്യും, കടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അല്ലെ. ഫുൾ കറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരേപോലെ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഈ കാണുന്ന സ്പ്ലിറ്റ് റിംഗ്. അപ്പൊ സ്പ്ലിറ്റ് റിംഗിന്റെ ഫംഗ്ഷൻ പഠിച്ചു വയ്ക്കുക. ഫംഗ്ഷൻ എന്താണ്? സ്പ്ലിറ്റ് റിംഗ് ഹെൽപ്സ് ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് കറന്റ് ത്രൂ ദി കോയിൽ ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ. എന്താണ്? ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും സംഭവിക്കും ഈ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പ്ലിറ്റ് റിംഗ്. അപ്പൊ ഫസ്റ്റ് ഹാഫില് എന്ത് ചെയ്യും, ഫസ്റ്റ് ഹാഫില് ഈ സ്പ്ലിറ്റ് റിംഗിന്റെ B1 B2 എന്നിങ്ങനെ ആണല്ലോ. ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ സംഭവിക്കും ഈ സ്പ്ലിറ്റ് റിംഗ് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് റിംഗ് ഫുൾ കറങ്ങത്തില്ല. പകരം എന്ത് ചെയ്യും, ഈ സ്പ്ലിറ്റ് റിംഗ് ചെയ്യുന്ന വെച്ചാൽ എന്ത് ചെയ്യും, ആദ്യ ഹാഫില് ഈ സ്പ്ലിറ്റ് റിംഗ് മൊത്തം കറങ്ങി കഴിയുമ്പോൾ B1 B2 അല്ലേ. അപ്പൊ ആദ്യ ഹാഫിൽ എന്ത് ചെയ്യും, ഒന്ന് മറക്കും നമുക്ക് ഈ സ്പ്ലിറ്റ് റിംഗിന്റെ വർക്കിംഗ് ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം, സിമ്പിൾ ആയിട്ട്. അപ്പൊ സ്പ്ലിറ്റ് റിംഗിൽ ആദ്യം ഈ കാണുന്ന എൻഡ് B1, അടുത്ത എൻഡ് B2. ഓക്കെ, അപ്പൊ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും ഈ സ്പ്ലിറ്റ് റിംഗ് എന്ത് ചെയ്യും, കറങ്ങി അങ്ങോട്ട് വരുമ്പോഴേക്കും ഈ സ്പ്ലിറ്റ് റിംഗിന്റെ ഈ B1 എൻഡ് ഇവിടെ വരികയും ആ സ്പ്ലിറ്റ് റിംഗിന്റെ B2 എൻഡ് ഇങ്ങോട്ട് വരികയും ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് റിംഗ് ഇങ്ങനെ മാറാൻ പാടില്ല. സ്പ്ലിറ്റ് റിംഗ് എന്ത് പറയുമ്പോൾ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ ഇങ്ങനെ വന്നല്ലോ. ഇനി ഇതിനെന്ത് ചെയ്യണം, തിരിച്ച് അടുത്ത ഹാഫ് റൊട്ടേഷൻ പോകുന്നതിന് മുന്നേ ആയിട്ട് സ്പ്ലിറ്റ് റിംഗിന് തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം. ഇതേപോലെ സംഭവിക്കാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ ആയി മാറിയ ഉടൻ തന്നെ സംഭവിക്കും, സ്പ്ലിറ്റ് റിംഗ് സ്വയം കറങ്ങി ഏതുപോലെ മാറും, ഇതുപോലെ ആവും നിൽക്കും. ഓക്കെ, ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും സംഭവിക്കും സ്പ്ലിറ്റ് റിംഗ് എന്ത് ചെയ്യും, സ്വയം കറങ്ങി ഇതുപോലെ സ്റ്റാർട്ടിങ്ങിനെ പോലെ വന്ന് നിൽക്കും. അതാണ് സ്പ്ലിറ്റ് റിംഗിന്റെ ഫംഗ്ഷൻ. ഓക്കെ,
അപ്പൊ സംഭവം അപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കാൻ കാരണം എന്താണ്? ഡയറക്ഷണൽ കറണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ആക്കാൻ വേണ്ടി ഒരു ഹാഫ് റൊട്ടേഷൻ. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ഗ്രാഫൈറ്റ് ബഷ് എന്താണ്? ഈ സ്പ്ലിറ്ററിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയല്ലേ, അങ്ങനെ കറങ്ങുമ്പോൾ സംഭവിക്കാതെ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യും. ആ സ്പാർക്കിനെ എന്ത് ചെയ്യാം, നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജനറേറ്റർ മോട്ടോർ കത്തിപ്പിടിക്കൂലേ, ആ സ്പാർക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്രാഫൈറ്റ് ബഷ് നമ്മൾ എന്ത് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രധാന ഫംഗ്ഷൻ. അപ്പൊ പിന്നെ മെയിൻ ഫംഗ്ഷൻ പഠിച്ച എക്സാമിൽ ചോദിക്കുന്നത് സ്പ്ലിറ്ററിങ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്പ്ലിറ്ററിങ്ങിന്റെ ഫംഗ്ഷൻ ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? സ്പ്ലിറ്ററിങ് ഹെൽപ്പ് ടു ചേഞ്ച് ഡയറക്ഷൻ ഓഫ് കറന്റ് ത്രൂ ദി കോയിൽ ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ. ഈ പോയിന്റ് നിങ്ങൾ അതുപോലെ എഴുതി വെക്കുക. സ്പ്ലിറ്ററിങ്ങിന്റെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ കേട്ടോ. കാരണം നമുക്ക് ഈ ഓൺലൈൻ വഴി നമുക്ക് ക്ലാസ് റൂം ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പടം വരച്ച് ഇത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ തരാൻ സാധിക്കും. പടം മാത്രമല്ല, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് കുട്ടികളെ പിടിച്ചെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. പക്ഷെ ക്ലാസ് റൂം അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഓൺലൈൻ വഴി നമുക്ക് പറ്റത്തില്ല. അതാണ് ജസ്റ്റ് ഞാൻ ഇത് കാണുന്നത് പഠിക്കാൻ ജസ്റ്റ് പറഞ്ഞത്. മനസ്സിലാകാത്ത ആൾക്കാർ ഇത് ജസ്റ്റ് കാണുന്നത് പഠിക്കാം. ഓക്കെ, എന്ത് ചെയ്യാം, സ്പ്ലിറ്റിങ്ങിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഡയറക്ഷണൽ കറണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്പ്ലിറ്ററിങ്. പിന്നെ ഗ്രാഫൈറ്റ് ബഷിന്റെ ഉപയോഗം എന്താണ്? നമ്മളെ സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്ക് അവോയ്ഡ് നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ ഗ്രാഫൈറ്റ് ബഷ് നമ്മൾ എന്ത് യൂസ് ചെയ്യും. ഓക്കെ, ഇനി വർക്കിംഗ് പ്രിൻസിപ്പൽ എന്താണ്? മോട്ടോർ പ്രിൻസിപ്പൽ. വർക്കിംഗ് പ്രിൻസിപ്പൽ മോട്ടോർ പ്രിൻസിപ്പൽ. ഇലക്ട്രിക് മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ മോട്ടോർ പ്രിൻസിപ്പലാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആണ് എന്താണ്? അടുത്ത ഇമ്പോർട്ടന്റ് എനർജി കൺവേർഷൻ അല്ലെ. ഇവിടെ ഏത് എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഇവിടെ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ട് ഇൻടു മെക്കാനിക്കൽ എനർജി. എന്തുകൊണ്ട്? നമ്മളിവിടെ കറണ്ട് കൊടുക്കുകയല്ലേ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കറണ്ട് കാരണം ഈ ആർമേച്ചർ ഇവിടെ എന്ത് ചെയ്യാൻ, റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെ. അപ്പൊ കറണ്ട് കൊടുക്കുന്നത് ഇലക്ട്രിക് എനർജിയാണ് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്, ഏതെങ്കിലും ഉപകരണം റൊട്ടേറ്റ് ചെയ്യുകയോ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് എനർജി എന്ന് പറയും? മെക്കാനിക്കൽ എനർജി എന്ന് പറയും കേട്ടോ. ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് റൊട്ടേഷൻ സംഭവിക്കുക അല്ലെങ്കിൽ അതിന് മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏത് എനർജിയാണ്? മെക്കാനിക്കൽ എനർജിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രിക് എനർജി കൊടുത്തു, നമുക്ക് ഏത് എനർജി കിട്ടി? മെക്കാനിക്കൽ എനർജി കിട്ടി. സോ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ട് ഇൻടു മെക്കാനിക്കൽ എനർജി. അതായത് എനർജി കൺവേർഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ലാസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ നോക്കി നമ്മൾ ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഫസ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പൽ ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പൽ ആണ്. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പൽ മറക്കരുത് കേട്ടോ. അപ്പൊ മോട്ടോർ പ്രിൻസിപ്പൽ വഴി വർക്ക് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആരാണ്? നമ്മുടെ ഇലക്ട്രിക് മോട്ടറും. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് ആരാണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ്. ഈ 2 ഇൻസ്ട്രുമെന്റും വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പലാണ് മോട്ടോർ പ്രിൻസിപ്പലാണ്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ നമ്മുടെ ലൈവ് സ്പീക്കർ പോലെ നമ്മൾ സ്പീക്കറില്ല, നമുക്കറിയാം ആ സ്പീക്കർ ഒരു കോൺ ഷേപ്പ് ഇരിക്കും അല്ലേ. അപ്പൊ ആ കോൺ ഷേപ്പ് ഇരിക്കുന്ന കാണുന്ന കറുത്ത പാടയല്ലേ, കറുത്ത ലെയർ, അതാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയും സ്പീക്കറിൽ. പക്ഷെ സ്പീക്കറിൽ എന്താണ്? ഡയഫ്രം ഉണ്ട്. ഡയഫ്രം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ അവിടെ ഒരു സോഫ്റ്റ് അയൺ കോർ. ഇതാണ് നമ്മുടെ സോഫ്റ്റ് അയൺ കോർ. ഈ സോഫ്റ്റ് അയൺ കോറിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വോയിസ് കോയിലിംഗ് വെച്ചിട്ടുണ്ട്. ആ വോയിസ് കോയിൽ ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? വോയിസ് കോയില് നമ്മുടെ ഈ കാണുന്ന ഡയഫ്രവുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഈ വോയിസ് കോയില് ഡയഫ്രവുമായിട്ട് എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ വോയിസ് കോയില് ഉണ്ടോ? മറക്കരുത്, ഈ വോയിസ് കോയില് ഡയഫ്രം തമ്മിൽ എന്തുണ്ട്? ബന്ധപ്പെട്ട് കിടത്തിരിക്കും, തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനിടയിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഒരു ഫീൽഡ് മാഗ്നറ്റ്. ഇതാണ് നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ്. ഓക്കെ, ഇതാണ് അതിന്റെ മെയിൻ പാർട്സ്. ഇപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് പാർട്സ് അറിയാൻ പറയും എക്സാമിന്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഒന്നെങ്കിൽ ഇലക്ട്രിക് മോട്ടർ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഫിഗർ തന്നിട്ട് അതിന്റെ പാർട്സ് അടയാളപ്പെടുത്താൻ ചോദിക്കും. പഠിക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെന്റ് ഉറപ്പാണ് കേട്ടോ. ഒന്നെങ്കിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് മോട്ടർ. പാർട്സ് പഠിച്ചു വയ്ക്കുക. അപ്പോ ലൗഡ് സ്പീക്കർ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കോൺ ഷേപ്പ് ഇരിക്കുന്നതാണ് സ്പീക്കർ അല്ലെ. അപ്പൊ ഈ കാണുന്ന ഈ ഭാഗം ഇതാണ് നമ്മുടെ ഡയഫ്രം അല്ലെ. ഡയഫ്രം കഴിഞ്ഞാൽ ബാക്കി ഇത് വോയിസ് കോയിൽ ഡയഫ്രമായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ ഞാൻ പറഞ്ഞു. എന്താ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ? മോട്ടോർ പ്രിൻസിപ്പൽ ആണ്. ഓക്കെ, നമുക്ക് ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പൽ, എന്താ വർക്കിംഗ് പ്രിൻസിപ്പൽ, മോട്ടോർ പ്രിൻസിപ്പൽ. ഓക്കെ, ഫസ്റ്റ് ഞാൻ പാർട്സ് ആയിട്ട് പഠിക്കാം. എന്താ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ, മോട്ടോർ പ്രിൻസിപ്പൽ ആണ്. അതിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെ മെയിൻ പാർട്സ് ഉണ്ട്? ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം. ഇതാണ് മെയിൻ പാർട്സ്. ഇനി ഇതിന്റെ വർക്കിംഗ് എന്താണ്? ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ മോട്ടോർ പ്രിൻസിപ്പൽ അല്ലേ. അപ്പൊ നമ്മള് ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത ഒരു മൈക്രോഫോൺ, നമ്മുടെ മൈക്ക്. ഓക്കെ, അപ്പൊ ഒരു മൈക്രോഫോണിൽ നിന്നും നമ്മുടെ ഒരാൾ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോഫോണിൽ നിന്നും നമ്മൾ ഒരു വയർ വഴി നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മള് ആംപ്ലിഫയറിൽ കൊടുക്കുക. ആംപ്ലിഫയർ എന്ത് ചെയ്യും, ആ സിഗ്നൽ ഈ വരുന്ന ഈ മൈക്രോഫോൺ സംസാരിക്കുന്ന ആളുടെ ഇലക്ട്രിക് സിഗ്നലിനെ എന്ത് ചെയ്യും, സ്ട്രെങ്ത് ആക്കും. ആംപ്ലിഫയർ അടുത്ത ചാപ്റ്റർ പഠിക്കും. അപ്പൊ ആംപ്ലിഫയർ നമ്മൾ കൊടുക്കും, നമ്മൾ ആംപ്ലിഫയറിൽ കൂടി അതേ കണക്ട് ചെയ്യും. ഇനി ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും, നേരെ ആരുമായിട്ട് കണക്ട് ചെയ്യും, നമ്മൾ ഈ കാണുന്ന മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന എന്താണ്, ഇവിടെ വരുന്ന ഇലക്ട്രിക് സിഗ്നൽ ആണ്. കാരണം ഈ മൈക്രോഫോണിൽ എന്ത് ചെയ്യും, നമ്മൾ സംസാരിക്കുന്ന സൗണ്ടിനെ എന്താക്കി മാറും, സൗണ്ടിനെ ഇലക്ട്രിക് എനർജി ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യും, ഈ മൈക്രോഫോണിൽ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ സൗണ്ട് എന്തായിട്ട് മാറി, നമ്മുടെ ഈ സൗണ്ട് ഇവിടെ ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് മാറി. ആ ഇലക്ട്രിക് സിഗ്നൽ നേരെ അവിടെ വരും, ഒരു ആംപ്ലിഫയർ കൂടി നമ്മുടെ ഈ കാണുന്ന മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വരും. ഓക്കെ, അങ്ങനെ ഈ ലൗഡ് സ്പീക്കർ വഴി എന്ത് ചെയ്യും, ഇലക്ട്രിക് സിഗ്നൽ വന്നിട്ട് ആ ഇലക്ട്രിക് സിഗ്നൽ ആരുമാണ് കണക്ഷൻ ഉണ്ട്, വോയിസ് കോലാണ്. നിങ്ങൾ ആ ഫിഗർ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ആ ഇലക്ട്രിക് സിഗ്നൽ, നമ്മൾ വരച്ച ഇലക്ട്രിക് സിഗ്നല് നേരെ വന്നിട്ട് ആ ഇലക്ട്രിക് സിഗ്നല് നേരെ വന്ന് ഇതുവരെ കടന്നു പോയിട്ട് എവിടെ പോകും, ഈ വോയിസ് കോയിലിൽ പോകും. ഉണ്ടോ? അപ്പൊ വോയിസ് കോയിലിൽ പോകുമ്പോഴേക്കും, വോയിസ് കോയിൽ കണ്ടക്ടർ അല്ലേ, അപ്പൊ വോയിസ് കോയിൽ പോകുമ്പോൾ സംഭവിക്കുമ്പോൾ ഈ വോയിസ് കോയിലിന് പോയതിനു ശേഷം എന്ത് ചെയ്യും, ഈ വോയിസ് കോയിലിന് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. അതുപോലെ ഇവിടെ ഓൾറെഡി ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആകെ 2 മാഗ്നറ്റിക് ഫീൽഡ്. ഒരെണ്ണം നമ്മുടെ ഈ ഫീൽഡ് മാഗ്നറ്റ് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, രണ്ടാമത്തെ നമ്മുടെ ഈ വോയിസ് കോയിൽ കാരണം ഇവിടെ രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ്. 2 മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി ഇന്ററാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അക്കോർഡിംഗ് ടു മോട്ടോർ പ്രിൻസിപ്പിൾ ഈ വോയിസ് കോയിൽ എന്താക്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് കാരണമായിട്ട് ആര് വൈബ്രേറ്റ് ചെയ്യും, ആര് മൂവ് ചെയ്യും, ഈ വോയിസ് കോയിൽ ഇങ്ങനെ മൂവ് ചെയ്യും. വോയിസ് കോയിൽ എന്ത് ചെയ്യാം, വോയിസ് കോയിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. വോയിസ് കോയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ വോയിസ് കോയിലിന്റെ മൂവ്മെന്റ് കാരണം ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ആ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യും, സൗണ്ട് ആണ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിംഗ് വളരെ ഈസി ആയിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കും. ആദ്യം ഇലക്ട്രിക് സിഗ്നൽ ഫ്രം ആംപ്ലിഫയറിൽ നിന്ന് ആര് വരും, ഇലക്ട്രിക് സിഗ്നൽ വരും. ആ ഇലക്ട്രിക് സിഗ്നൽ നേരെ എവിടെ പോകും, വോയിസ് കോയിലിൽ പോയിട്ട് വോയിസ് കോയിൽ എന്ത് ചെയ്യും, 2 ഫ്ലോ മോഷനിൽ മൂവ് ചെയ്യും. ഇങ്ങനെ ഇതാണ് 2 ഫ്ലോ മോഷൻ. ഇങ്ങനെ ആര് മൂവ് ചെയ്യും, വോയിസ് കോയിൽ മൂവ് ചെയ്യും. വോയിസ് കോയില് ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്, വോയിസ് കോയിൽ കണക്റ്റഡ് വിത്ത് നമ്മുടെ ഡയഫ്രം. വോയിസ് കോയിൽ ഇങ്ങനെ 2 ഫ്ലോ മോഷനിൽ മൂവ് ചെയ്യുമ്പോൾ ആര് വൈബ്രേറ്റ് ചെയ്യും, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യും, സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്ന പാട്ടുണ്ട്. ഇവിടെ മൂവിംഗ് പാർട്ടുണ്ട്, ഒരു വൈബ്രേറ്റിംഗ് പാർട്ടുണ്ട്. മൂവിംഗ് പാർട്ടുണ്ട്, വൈബ്രേറ്റിംഗ് പാർട്ടുണ്ട്. ആരാ മൂവിംഗ് പാർട്ട്? വോയിസ് കോയിൽ ഇങ്ങനെ മൂവ്മെന്റ് ആണ്, വൈബ്രേഷൻ അല്ല. കാരണം വോയിസ് കോയിൽ ഫോഴ്സ് കാരണമാണ് വോയിസ് കോയിൽ ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഓക്കെ, കാരണം മൂവ്മെന്റ് വേറെ, വൈബ്രേഷൻ വേറെ. മൂവ്മെന്റ് ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മാഗ്നിഫൈഡ് മൂവ്മെന്റ് ആണ്. നമുക്ക് ഇതൊരു മാക്രോസ്കോപ്പിക്, അത് വലുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലുതായിട്ട് മൂവ് ചെയ്യുന്ന സാധനം എന്തല്ല, വൈബ്രേഷൻ അല്ല. ഓക്കെ, അത് മൂവ്മെന്റ് ആണ്. ഈ ഡയഫ്രം എന്ത് ചെയ്യുന്നു, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. നമുക്ക് മനസ്സിലാവും, നമ്മൾ സ്പീക്കറിൽ കൊണ്ടിട്ട് ആ കറുത്ത ലെയർ ആണ് ഡയഫ്രം. നിങ്ങൾ അവിടെ കൈവച്ച് മനസ്സിലാക്കാൻ പറ്റും, വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഡയഫ്രം ആണ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. വൈബ്രേറ്റിംഗ് പാർട്ട് ഡയഫ്രവും, മൂവിംഗ് പാർട്ട് ആരാണ് ഇവിടെ വോയിസ്. അതാണ് പേര് എന്ത് പറയാൻ കാരണം, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ ആരാ മൂവ് ചെയ്യുന്നത്, കോയിൽ മൂവ് ചെയ്യും. ഏത് കോയില്, വോയിസ് കോയിലാണ് മൂവിംഗ് പാർട്ടും. ആരാ വൈബ്രേറ്റിംഗ് പാർട്ട്, ഡയഫ്രം ആണ് അവിടെ വൈബ്രേറ്റിംഗ് പാർട്ട്. ലാസ്റ്റ് എന്താ അവിടെ എനർജി കൺവേർഷൻ, ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറും, സൗണ്ട് എനർജി അല്ലേ. ശരി, നമ്മുടെ ഈ ഇലക്ട്രിക് എനർജി വന്ന് സിഗ്നൽ വരുന്നു. ആ ഇലക്ട്രിക് സിഗ്നൽ കാരണം നമ്മുടെ വോയിസ് കോയിൽ മൂവ് ചെയ്യും. വോയിസ് കോയിലിന്റെ മൂവ്മെന്റ് കാരണം ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്ന നമുക്ക് സൗണ്ട് കിട്ടും. ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറി, ഇലക്ട്രിക് എനർജി കൺവേർട്ട് ഇൻടു സൗണ്ട് എനർജി.
ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക, എത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് എക്സാം ചോദിക്കുന്ന കാര്യങ്ങൾ 3 റൂള്. ഏതൊക്കെ റൂളുണ്ട്? റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. റൈറ്റ് ആൻഡ് തമ്പ് റൂൾ ഫസ്റ്റ് റൂള്. റൈറ്റ് ആൻഡ് തമ്പ് റൂൾ എപ്പോൾ ഉപയോഗിക്കണം? ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡാഷിംഗ് ഉണ്ടെങ്കിൽ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കും. സെക്കൻഡ് റൂള് ഏതാണ്? സെക്കൻഡ് റൂൾ പഠിച്ച് നമ്മുടെ ക്ലോക്ക് വേസ് ആണെങ്കിൽ അത് സൗത്ത് പോളോ, അല്ലെ ആന്റി ക്ലോക്ക് വേസ് ആണെങ്കിൽ നോർത്ത് പോള്. ഈ റൂൾ നിങ്ങൾ എപ്പോൾ ഉപയോഗിക്കണം? സോളിനോയിഡിന്റെ എൻഡ് പൊളാരിറ്റി കാണാൻ വേണ്ടി ഈ റൂൾ ഉപയോഗിക്കുക. തേർഡ് റൂൾ എന്താണ്? തേർഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഈ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എപ്പോൾ ഉപയോഗിക്കും? നിങ്ങൾ ഒരു കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാൻ വേണ്ടി ഏതൊരു റൂൾ ഉപയോഗിക്കും? ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ്. 3 റൂൾ എക്സാമിന് ഒരു റൂൾ ഉറപ്പാലും ചോദിക്കും. ഓക്കെ, സിറ്റുവേഷൻ ചോദിക്കും. നിങ്ങൾ നോക്കുക, സോളിനോയിഡ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് സൗത്ത് പോലെ, ആന്റി ക്ലോക്ക് വൈസ് നോർത്ത് പോലെ. ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ അവിടെ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സിമ്പിൾ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ഇങ്ങനെ പഠിക്കേണ്ടത് എന്താണ്? ഒരു സാധാരണ ഉപയോഗിക്കുന്ന ബാറും മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. ബാറും മാഗ്നറ്റും എന്നുള്ളത് ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, ഇത് പഠിക്കാം. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത പഠിക്കേണ്ടത് മോട്ടോർ പ്രിൻസിപ്പിൾ. ഓക്കെ, ഓട്ടോ പ്രിൻസിപ്പിളിനകത്ത് 2 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഇലക്ട്രിക് മോട്ടോർ, DC മോട്ടോർ അല്ലേ. രണ്ടാമത്തെ നമ്മുടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കും, പഠിക്കണം. ഇത്ര ഉള്ളൂ ചാപ്റ്ററിൽ, വേറെ ഒന്നും പഠിക്കാനില്ല. ഓക്കെ, ഇതേ ഉള്ളൂ. 3 റൂള് പഠിക്കുക, ബാർ മാഗ്നറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഡിഫറൻസ് പഠിക്കുക. ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നല്ല എക്സാം ചോദിക്കും. ഓക്കെ ഓക്കെ സോ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ വീഡിയോക്കകത്ത് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ്, എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണം. അത് നമുക്ക് ഇവിടെ തന്നെ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുവരെ ബൈ.